ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഗൈസ്. ഞങ്ങളിവിടെ തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ കൂടെ അപർണ ഉണ്ട്, അതുപോലെ തന്നെ ലയന ഉണ്ട് കേട്ടോ. അപർണയ്ക്ക് ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്, സോ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൻ്റെ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വന്നിട്ട് ഫാൻസിയുടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റോളുണ്ട്. ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആണ് അവിടെ കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ റെൻ്റൽ ജ്വല്ലറിയുടെ അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും മാമിയൊക്കെ കൂടി കുറേ നേരം ഫാൻസി ഐറ്റംസൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ സാരി എടുക്കാനാണല്ലോ വന്നത്. അങ്ങനെ മുകളിലേക്ക് കയറി വന്നു. ഇവിടെ കയറി വന്ന പാടെ തന്നെ എടുത്താൽ പൊങ്ങാത്ത കസേര നീക്കിക്കൊണ്ട് നടക്കുകയാണ് ആമി. അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സാരി എടുക്കുന്ന സൈഡിലേക്ക് അത് കൊണ്ടുപോകാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നടക്കൂല ഗൈസ്. അത് അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു ഐറ്റമാണ്. സോ ആ ഒരു ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചു. അങ്ങനെ സാരി എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും അടിപൊളിയായിട്ടൊരു ഷോറൂമിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും കയറുന്നത് തോന്നുന്നു. നമ്മുടെ കൂടെ കണ്ണേട്ടുണ്ട് കേട്ടോ ആമിയുടെ. പിന്നെ അമ്മുക്കുട്ടി ഉണ്ട്, അബി വന്നിട്ടുണ്ട്. അബി എൻ്റെ ബ്രദറാണ്, അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വൈഫിന് എന്താ പറയുക ഒരു കല്യാണം ഉണ്ട്, അതിനാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ സാരി കളക്ഷനൊക്കെ അടിപൊളിയായിട്ട് കോട്ടൻ്റെ സാരിയൊക്കെ വേറെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടി വെയർ ഗൗണുകളൊക്കെ വേറെ തന്നെ ഉണ്ട്. അതുപോലെ എന്താ പറയുക സാരിയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഒരു സാരി എടുക്കാൻ വന്നിട്ട് 2 സാരി എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അത്രയും അധികം കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാരി ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ലയനയാണ് ആ പിങ്ക് സാരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ആമി ഇവിടെ നടന്ന് വീഴുക എന്ന് പറയുന്ന കുട്ടിക്കൊരു പ്രശ്നമേ അല്ലാണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവനാണെങ്കിൽ പോസ്റ്റായിട്ട് ഇരിക്കുക കേട്ടോ ബ്രദർ. അങ്ങനെ പിള്ളേരെയൊക്കെ കൂടി ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആമിക്കുട്ടിയാണെങ്കിൽ ഒരു വിശാലമായ ഷോറൂം കിട്ടിയൊരു ഭയങ്കരമായൊരു ഹാപ്പിനെസ്സിലാണ്. 2 ആൾക്കാരും അവിടെ സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഏകദേശം പോസ്റ്റാണ്. ആമിക്കുട്ടിക്ക് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ വെച്ച് കൊടുത്തു. അവളങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ അങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡാമേജസ് അവിടെ വരുത്തുന്നുണ്ട്. അവിടെ വെച്ച സ്റ്റാച്ചു ഒക്കെ ഇളക്കി വിടുക, അങ്ങനത്തെ ഓരോരോ പരിപാടികൾ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവൾ ഡ്രസ്സൊക്കെ ഒന്ന് അഴുക്കാക്കി. അതിന് ശേഷമാണ് ഈ ഡ്രസ്സ് ഇട്ടത് ഗൈസ്. ഇനി ഞങ്ങൾ കണ്ണുപൊത്തി കളിക്കട്ടെ. കണ്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് താഴത്തെ ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചുറ്റോറക്കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ആമിയും കൂടിയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. സറൗണ്ട്സ് ഒന്നും എടുത്തതാട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ആമിക്കുട്ടി മന്തി ഒറ്റയ്ക്ക് കഴിക്കുക പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കട്ടയ്ക്ക് കൂടെ ഒന്നുള്ളൂ കേട്ടോ. ബൈ.